അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീംലൈനർ വിമാനം തകർന്നു വീണതോടെ ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്ന ജോൺ ബാർണറ്റിന്റെ ദുരൂഹ മരണം വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. 2009 സർവീസ് ആരംഭിച്ചതിനു ശേഷം ബോയിങ് 787 ഡ്രീംലൈനർ വിമാനത്തിന് സംഭവിക്കുന്ന ആദ്യത്തെ വലിയ അപകടമാണിത്. ഈ അപകടത്തിൽ 242 യാത്രക്കാരിൽ 241 പേരും മരിച്ചു. ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ജോ ബാർണറ്റിനെ പേടിയോടെയാണ് ബോയിങ് കമ്പനി കണ്ടിരുന്നത്. അതിനാൽ തന്നെ ഓരോ ബോയിങ് വിമാന ദുരന്തങ്ങൾക്ക് ശേഷവും ജോ ബാർണറ്റിന്റെ വാക്കുകൾ മാധ്യമങ്ങളിൽ ചർച്ചയാകും. ആരാണ് ബോയിങ് വിസിൽ ബ്ലോവർ ജോൺ ബാർണറ്റ്? 1962 ഫെബ്രുവരി 23 കാലിഫോർണിയയിൽ ജനിച്ച ജോൺ ബാർണറ്റ് മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനു ശേഷം അമ്മയോടും 3 മൂത്ത സഹോദരന്മാരോടുമൊപ്പം ലൂസിയാനയിലേക്ക് താമസം മാറി. ബോൾട്ടൺ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് US വ്യോമസേനയിൽ ചേർന്നെങ്കിലും പരിശീലന അവസരങ്ങൾ ഇല്ലാതായതോടെ അദ്ദേഹം റോക്കവെൽ ഇന്റർനാഷണലിലേക്ക് മാറി. അവിടെ നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിലെ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അറ്റ്ലാന്റിസ് ഓർബിറ്ററിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1980കളിൽ B-1 ലാൻസർ ബോംബറിൽ ഒരു ഇലക്ട്രീഷ്യനായും അദ്ദേഹം പ്രവർത്തിച്ചു. 1988 അദ്ദേഹം ബോയിങ്ങിൽ ഗുണനിലവാര ഇൻസ്പെക്ടറായി ചേർന്നു. പടിപടിയായി വളർന്ന് 2010 ആയപ്പോഴേക്കും ബോയിങ്ങിന്റെ സൗത്ത് കരോളിനയിലെ നോർത്ത് ചാൾസ്റ്റൺ പ്ലാന്റിൽ 787 ഡ്രീം ലൈനറിന്റെ അസംബ്ലി ലൈനിൽ അദ്ദേഹം ജോലി ചെയ്തു. ജോൺ ബാർണറ്റ് ബോയിങ്ങിനെ കുറിച്ച് പറഞ്ഞതെന്ത്? 2010 മുതൽ 2017 വരെ നോർത്ത് ചാൾസ്റ്റൺ പ്ലാന്റിൽ ജോലി ചെയ്യുമ്പോൾ സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ സ്ഥിരമായ ഒരു തകർച്ച കണ്ടതായി ബാർണറ്റ് മുന്നറിയിപ്പ് നൽകി. തകരാറുകൾ കണ്ടില്ലെന്ന് നടിക്കാനും ഉൽപാദന ലക്ഷ്യങ്ങൾ നിറവേറ്റാനും ജീവനക്കാർക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ബോയിങ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന രീതിയെക്കുറിച്ച് ജോ ബാർണറ്റ് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. പ്രധാനപ്പെട്ട വയറുകൾക്ക് സമീപം ചെറിയ ലോഹ കഷ്ണങ്ങൾ അവശേഷിപ്പിക്കുന്നു ും ഇത് വിമാനം പറക്കുമ്പോൾ അപകടകരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര സാഹചര്യങ്ങളിൽ 4ൽ 1 ഓക്സിജൻ മാസ്ക് പ്രവർത്തിച്ചേക്കില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചില ഭാഗങ്ങൾ കാണാതായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയിൽ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഇത് മോശം സുരക്ഷാ പരിശോധനകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2017 അദ്ദേഹം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനും ഔപചാരിക പരാതികൾ നൽകി. FAA അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില പ്രശ്നങ്ങൾ സ്ഥിരീകരിക്കുകയും ബോയിങ്ങിന് അവ പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഓഷ പിന്നീട് അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളി. 2021 ബോയിങ്ങിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ഈ തീരുമാനത്തിനെതിരെ ബാർണറ്റ് അപ്പീൽ നൽകി. ബോയിങ് തനിക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിച്ചുവെന്നും സ്ഥാനക്കയറ്റങ്ങൾ തടയുകയും ടീമുകളിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയും ഒരു പ്രതികൂല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം തുടർന്നും ആരോപിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജോൺ ബാർണറ്റ് 2017 വിരമിച്ചതിനു ശേഷവും ബാർണറ്റ് തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. 2024 തുടക്കത്തിൽ അലാസ്ക എയർലൈൻസിന്റെ ഡോർ പ്ലഗ് ഊരിത്തെറിച്ച സംഭവത്തിനു ശേഷം ബോയിങ്ങിന്റെ ഗുണനിലവാര നിയന്ത്രണത്തിലെ തുടർച്ചയായ പിഴവുകളെ കുറിച്ച് അദ്ദേഹം വീണ്ടും ആശങ്കകൾ ഉന്നയിച്ചു. എന്നാൽ 2024 മാർച്ച് 9 സൗത്ത് കാരോലിനയിലെ ചാൾസ്റ്റണിലുള്ള ഒരു ഹോട്ടലിന് പുറത്ത് തന്റെ പിക്കപ്പ് ട്രക്കിൽ ജോൺ ബാർണറ്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബോയിങ്ങിനെതിരായ വിസിൽ ബ്ലോവർ പ്രതികാര കേസുമായി ബന്ധപ്പെട്ട മൊഴി നൽകാനായാണ് ബാർണറ്റ് അവിടെ താമസിച്ചിരുന്നത്. നിശ്ചിത മൊഴി നൽകാൻ അദ്ദേഹം ഹാജരാകാതിരുന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും തലയിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വലത് കൈയിൽ ഒരു കൈത്തോക്കുണ്ടായിരുന്നു. ഫോറൻസിക് തെളിവുകൾ പ്രകാരം ഇത് ആത്മഹത്യയാണെന്ന് അധികാരികൾ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നൊരു കൈയെഴുത്ത് കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ "ഇതൊന്നും എനിക്കിനി തുടരാൻ കഴിയില്ല, ബോയിങ് നശിക്കട്ടെ, ബോയിങ് ഇതിന് വില നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു" എന്ന് എഴുതിയിരുന്നു. അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്ന് ജോൺ ബാർണറ്റിന്റെ വെളിപ്പെടുത്തലുകൾ വീണ്ടും ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. ഈ അപകടം ബോയിങ്ങിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുണനിലവാര നിയന്ത്രണങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. ഇതിന് ബോയിങ് കമ്പനി മറുപടി നൽകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.